ഹലോ ഗായ്സ്, മെക്കാനിക് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ടയോട്ട എത്തിയോസിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഈ വണ്ടിയിൽ ഓൾറെഡി ഒരു ക്യാമറ ഉണ്ട്. നമ്മളത് ക്യാമറ റീപ്ലേസ് ചെയ്തിട്ട് ന്യൂ ക്യാമറ സെറ്റ് ചെയ്യുന്നു. കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഗായ്സ്, നമ്മൾ ഈ സ്റ്റീരിയോ മാറ്റി ഈ സ്റ്റീരിയോ വെക്കാൻ പോവുകയാണ്. അതിൻ്റെ പാക്കറ്റ് നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ ഇത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഗായ്സ്, നമുക്ക് ആദ്യം ഡാഷ്ബോർഡ് റിമൂവ് ചെയ്യാം. നമ്മളെ സ്റ്റീരിയോ നമ്മൾ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യണം. നമുക്കിത് പുറകുന്ന ഇത് ഫിക്സ് ആക്കി വെക്കണം. നാല് സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സ്റ്റീരിയോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ കപ്ലേഴ്സ് ഇതാണ്. ഇതിൻ്റെ കപ്ലേഴ്സ് ഡയറക്റ്റ് കപ്ലർ ഫിറ്റിംഗ് ആണ്. നമുക്ക് എക്സ്ട്രാ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട ആകെ കണക്ഷൻ നമ്മൾ റിവേഴ്സ് ക്യാമറ ഇതിൻ്റെ ഡിസ്പ്ലേ ഇതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ക്യാമറ കണക്ഷൻ ഇതിന് കൊടുക്കണം. പിന്നെ ബാക്കി ഇത് FM ആൻറ്റിനയുടെ ഇത് സ്റ്റിയറിംഗ് കൺട്രോൾ ഉള്ള വണ്ടികൾ കൊടുക്കാനുള്ള കപ്ലറാണ്. നമുക്കിതിന് സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ല, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ കപ്ലർ ആവശ്യമില്ല. അപ്പോൾ ഇത് അതിൻ്റെ GPS-ൻ്റെ ആൻറ്റിനയാണ്. നമുക്കിത് ഇതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാം. നമ്മുടെ USB പോർട്ട് നമ്മളെ ഗ്ലൗ ബോക്സിലേക്കാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കൂടി ഇതിൻ്റെ കൂടെ മാറ്റി വെക്കാനുണ്ട്. നമുക്ക് ക്യാമറ റീപ്ലേസ് ചെയ്യാണ്ട് വേറെ നല്ല ക്വാളിറ്റി ക്യാമറ ഇടാനുണ്ട്. ഗായ്സ്, നമ്മൾ ഈ ക്യാമറയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നൈറ്റ് വിഷൻ അടക്കമുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ക്യാമറ. കണക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ജോയിൻ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റീരിയോ നമ്മൾ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗായ്സ്.
ഇത് ഞാൻ പ്രതീക്ഷിക്കുന്ന കമൻറ്റ് മര്യാദയ്ക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിരിക്കണം. കാശ് ഇതിന് എക്സ്ട്രാ ഉള്ള ഒരു മൈക്ക് കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് മൈക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ഷൻ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഹമാൻ്റെ പ്രത്യേകത ഈ സ്റ്റീരിയോയുടെ ഇതിന് റിമോട്ട് കൂടെ വരുന്നുണ്ട്. ഈ ആൻഡ്രോയിഡിനും റിമോട്ട് വരുന്നില്ല, ഇപ്പോൾ റിമോട്ട് കൂടെ വരാമെന്ന് വേണ്ടി പറയുന്നത്. നമുക്ക് ഇതിന് സബ് വൂഫർ ആംപ്ലിഫയർ അതിന് കൊടുക്കാനുള്ളതും പിന്നെ റിവേഴ്സ് ക്യാമറയുടെ ഓപ്ഷനും കൂടിയാണ് ഇത്. ഇതിനകത്ത് മൈക്ക്, സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ട്, ഇത് കൊടുക്കാനുള്ള കേബിളും റിവേഴ്സ് ക്യാമറ കൊടുക്കാനുള്ള കേബിളും. അപ്പോൾ നമുക്ക് മൈക്ക് അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നമ്മുടെ മുമ്പുള്ള ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മുടെ സ്റ്റീരിയോ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല, കണക്ഷൻ നോക്കിയാണ്. നമുക്കിനി USB ടൈപ്പ് പോർട്ട് ഗ്ലൗ ബോക്സിലേക്ക് നമുക്ക് ഇടാം. പിന്നെ ക്യാമറയുടെ കണക്ഷനൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാമറ, മൈക്ക്, GPS, നമുക്ക് ബാക്കിൽ നിന്നുള്ള എക്സ്ട്രാ ഒരു വയർ കിട്ടും. ബാക്കിയെല്ലാം കപ്ലേഴ്സാണ്. ഇതിനകത്തുണ്ടോ നമുക്ക് റിവേഴ്സിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് ഇതിനകത്താണ്. സ്റ്റീരിയോയുടെ പുറകിലുള്ള കണക്ഷൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ക്യാമറയുടെ, ഇത് RCA ഔട്ട്പുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ. ഇതിനകത്ത് മൈക്കും വരും. മൈക്ക് നല്ല ഇത് മാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഒക്കെ എല്ലാത്തിനും മാർക്കിങ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ക്യാമറയുടെ വയർ കണക്ട് ചെയ്യാം. ഇത് കണ്ടതിന് ശേഷം ടാപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം കേസ് ഇത് ലൂസായി പോയി കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടാപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം ടൈറ്റ് ഉണ്ടാകുമെങ്കിലും നമുക്ക് മൈക്ക് ഓൾറെഡി ഇതിൻ്റെ പുറത്ത് മൈക്ക് ഉണ്ട്. ഇത് എക്സ്റ്റേണൽ മൈക്ക്, ചില മോഡൽസിന് എക്സ്റ്റേണൽ മൈക്ക് കൂടി വരും. ഇതിൻ്റെ USB പോർട്ട് നമ്മുടെ
റിവേഴ്സ് ആൻറ്റിനയുടെ കണക്ഷൻ. നമ്മുടെ കമ്പനി വരുന്ന FM ആൻറ്റിനയുടെ കണക്ഷൻ ഉണ്ട്. FM ആൻറ്റിനയുടെ കണക്ഷൻ കൂടി ആഡ് ചെയ്ത് പവർ ബട്ടൺ ആഡ് ചെയ്ത് ഹസാർഡിൻ്റെ ക്ലിപ്പ് നമ്മൾ ഊരിയായിരുന്നു. അതുപോലെ പ്ലഗ് ഇൻ ചെയ്ത് ഫ്രെയിം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ക്യാമറ നമ്മൾ പുറകിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്യണം. ക്യാമറയ്ക്ക് നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് 9 ഇഞ്ചാണ്. ഇതിന് 9 ഇഞ്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. 10 ഇഞ്ച് ഒരുപാട് വലുതാവുന്നതുകൊണ്ട് നമുക്ക് 10 ഇഞ്ച് ആഡ് ചെയ്യാൻ പറ്റില്ല. ഫ്രെയിമിന് 2 സ്ക്രൂ വെച്ചിട്ടു. AC-യുടെ കൺട്രോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉള്ള സാധനമാണ്. നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി ഗൂഗിൾ ക്രോം ഉണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ തന്നെ കയറി കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഡൗൺലോഡ് ചെയ്തേക്കാം. ആപ്പ് ഉണ്ട്, വൈഫൈ, ബ്ലൂടൂത്ത് കണക്ഷൻ. നമ്മുടെ USB പോർട്ട് ഗ്ലോ ബോക്സിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുത്തി നിറയ്ക്കുക. അപ്പോൾ പുതിയൊരു വാഹന വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.